ഹലോ, അപ്പോൾ അതെ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സീ ഫുഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇവിടെ 4 ചുറ്റും കടലാണെങ്കിലും ഇതൊക്കെ മേടിക്കണമെങ്കിൽ നമ്മൾ പാക്കറ്റ് തന്നെ മേടിക്കണം. ഇത് ക്രാബ് സ്റ്റിക്കാണ്. ഇത് വന്നിട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചാൽ പോലും വേവും പെട്ടെന്ന് അലിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് സാലഡിൻ്റെ കൂടെ ഇട്ട് കഴിക്കാനും ടേസ്റ്റാണ്. ഇനി ഒരു 2 സവാളയും ഒരു തക്കാളിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വലിയ കളറൊന്നും വേണ്ട. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം സീ ഫുഡ് ഇട്ട് കൊടുക്കാം. ഈ സീ ഫുഡിൻ്റെ വേവെന്ന് പറയുന്നത് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് അത് പറ്റുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇത് വെള്ളം ഇറങ്ങുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിൽ കുറച്ച് ക്യാപ്സിക്കം ഇടണം കേട്ടോ. എനിക്ക് വീഡിയോ എടുത്തത് കിട്ടിയില്ല, അതുകൊണ്ടാണ്. ഇനി ഓയിസ്റ്റർ സോസ് ചേർത്ത് കൊടുക്കണം. കുറച്ച് സോയാ സോസും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണയൊക്കെ അങ്ങനെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് റൈസ് ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പോൾ അതേ